ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. വലിയ കുഴപ്പമായിട്ടില്ല. അഡ്ജസ്റ്റിങ് കുറേ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുമ്പോണ്ടല്ലോ, ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ച് നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ എന്തായാലും അടുത്ത സർവീസറൊക്കെ എടുക്കില്ല. ഈ സർവീസിൽ തന്നെ നമുക്കത് മാറ്റാം. കഴിഞ്ഞ സർവീസിൽ നമ്മൾ ഈ സർവീസിലേക്ക് പറഞ്ഞായിരുന്നേ ഈ അത്യാവശ്യം പൊട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടാം, വെറുതെ റിസ്ക് എടുക്കേണ്ടതിന്. പിന്നെ ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കിക്കർ വീലൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. പക്ഷേ മാറ്റേണ്ട 1 കിലോമീറ്ററിലേക്ക് എത്തിയിട്ടില്ല. നമുക്കത് നെക്സ്റ്റ് സർവീസ് നോക്കിയിട്ട് മാറ്റാം കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് പ്ലഗും മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കണുണ്ട്. ഇതിന് ഇരിക്കുന്ന ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ് 80Z4 മോഡൽ. അത് 4 ആംപിയറിൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് കേട്ടോ. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. നമുക്ക് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിക്കണം. നിലവിൽ വേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്കത് കൂട്ടത്തിൽ കിടന്ന അത് ബാക്കി വർക്ക് ബാക്ക് വീൽ അഴിച്ചാണോടാണ് ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമ്മൾ ബ്രേക്കിൻ്റെ കേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുള്ളൂ. പിന്നെ ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ വേറെ പറയത്തൊക്കെ വേറൊരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നണമൊന്നുമില്ല നമുക്ക്. ഭാഗത്താണ് വേറെ വലിയ കംപ്ലൈൻ്റ് ആയിട്ടോ അങ്ങനെ ഹീറ്റിംഗ് കാണിക്കാനായിട്ട് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല നിലവിൽ. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും വൈകുന്നേരം ആവും. കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം കേട്ടോ.